നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഒടുവിൽ മൗനം വെടിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ യുവതയുടെ ക്ഷേമത്തിനേക്കാൾ വലുതല്ല മറ്റൊന്നുമെന്ന് മോദിയുടെ എക്സ് പോസ്റ്റ്. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികൾ തുടരും. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾ പരിഗണിക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്നും മോദി പറയുന്നു. ഷപ്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷപ്ന, അങ്ങനെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ മൗനം വെടിയാൻ മോദി നിർബന്ധിതനായിരിക്കുന്നു, മൗനം വെടിഞ്ഞിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അത് അനിവാര്യതയായി മാറുകയാണോ? മോദിയുടെ എക്സ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? സേതു, വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി സംബന്ധിച്ചൊന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ വിഷയത്തിൽ ഗൗരവമായി വിഷയത്തെ എടുക്കുന്നു എന്ന് തന്നെ പ്രധാനമന്ത്രി ഇപ്പോൾ എക്സിൽ കുറിച്ചിരിക്കുന്നു. ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രത്യേക കോടതികൾ സ്ഥാപിക്കും എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണമായി വരുന്നത്. ഏതായാലും ഇതിൽ മൗനം വെടിഞ്ഞിരിക്കുന്നു. കാരണം നടപടികൾ സ്വീകരിക്കും എന്ന് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കും എന്നാണ്. കാരണം ഈ പ്രതികൾ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സമരം ഈ ജന്തർ മന്ദിറിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടെ വലിയ പ്രതിഷേധം രാജ്യത്താകമാനം ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധം കനക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് കനത്ത ശിക്ഷ ഉറപ്പാക്കും എന്ന് പ്രധാനമന്ത്രി പറയുന്നത്. ഇതിനായി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകും എന്നാണ് പ്രധാനമന്ത്രി കുറിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികൾ തുടരും. യുവതയെ വേദനിപ്പിക്കുന്നവരെ വെറുതെ വിടില്ല എന്നും ഈ പ്രധാനമന്ത്രിയുടെ പോസ്റ്റിൽ പറയുന്നുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് രാജ്യത്തെ യുവതയുടെ ക്ഷേമത്തിനേക്കാൾ വലുതല്ല ഈ മറ്റൊന്നും എന്നാണ് ഈ വിഷയത്തിൽ പ്രതികരണമായി പറഞ്ഞിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾ പരിഗണിക്കാൻ വേണ്ടി പ്രത്യേക കോടതികൾ സ്ഥാപിക്കും എന്നും അദ്ദേഹം ഈ എക്സ് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ തന്നെ ഈ CJPയുടെ പ്രതിഷേധം അത് കനക്കുന്ന സാഹചര്യമാണ് ഇന്നും നമുക്കിവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. കാരണം ഈ CJP നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇന്ന് പറഞ്ഞത് ഇതിൽ വിട്ടുവീഴ്ചയില്ല. ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഈ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ജന്തർ മന്ദിറിന്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നു, ഇവിടെ വന്ന് ചർച്ച നടത്താം എന്നാണ്. അല്ലാതെ ചർച്ചയ്ക്കായി ഏതെങ്കിലും മന്ത്രിമന്ദിരത്തിലേക്കോ അല്ലെങ്കിൽ ഓഫീസുകളിലേക്കോ തങ്ങൾ പോകില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഈ സമരം മുന്നോട്ട് പോകുന്നു. ചർച്ചകൾക്ക് തയ്യാറാണോ എന്ന രീതിയിലുള്ള സർക്കാർ തലത്തിൽ നിന്നുള്ള അറിയിപ്പുകളൊന്നും ഇവിടെ ലഭിച്ചിട്ടില്ല, ഈ സമരക്കാർക്ക് ലഭിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ, ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ അതൊരു തുറന്ന ചർച്ചയായി ഇവിടെ വേണം എന്നാണ് പറയുന്നത്. ഏതായാലും പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇപ്പോൾ അവസാനമായി ഈ ഇത്രയും ദിവസം ഈ പോലീസ് അതിക്രമം അടക്കം നടന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടേതായ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ഇവിടെ ഈ വേദിയിൽ, അതായത് ഈ ജന്തർ മന്ദിറിലെ ഈ പ്രതിഷേധ നഗരിയിൽ ആകമാനമുള്ള പോസ്റ്ററുകൾ എല്ലാം നോക്കിയാൽ അറിയാം. നരേന്ദ്രമോദിക്ക് എഗനസ്റ്റ് ആയിട്ടുള്ള പോസ്റ്ററുകൾ, പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് ഇവിടെ സമരം. ഈ ഇത്തരത്തിൽ യുവതയെ, ഈ രാജ്യത്തെ യുവതയെ, വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികൾ തുടരുമെന്നും ഈ യുവതയെ വേദനിപ്പിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും മോദി എക്സ്പോസിൽ പറയുമ്പോൾ ആരാണ് ഇവിടുത്തെ യുവതയെ വേദനിപ്പിക്കുന്നത്, എന്താണ് ആ യുവതയുടെ ആവശ്യം എന്നുള്ളത് പ്രധാനമന്ത്രി കേട്ടിട്ടുണ്ടാകും, അറിഞ്ഞിട്ടുണ്ടാകും. അത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു എക്സ്പോസ് തന്നെയാകും ഇതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ നിലവിൽ മോദിയുടെ പോസ്റ്റ് വന്നതൊക്കെയും അവിടെ ജന്തർ മന്ദിറിൽ അറിഞ്ഞിട്ടുണ്ടാകണം. എന്താണ് അവരുടെ ഒരു പ്രതികരണം? സേതു, അത് അല്പസമയം മുമ്പ് മാത്രമാണല്ലോ ഈ പോസ്റ്റ് വന്നിട്ടുള്ളത്. അത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് പോയിട്ടില്ല ഈ ജന്തർ മന്ദിറിൽ. കാരണം ഈ സമരം നമുക്കറിയാം വലിയ ക്രൗഡാണ്. ഈ വലിയൊരു വിദ്യാർത്ഥികളുടെ വലിയൊരു ഒഴുക്ക് തന്നെയാണ് ഈ ജന്തർ മന്ദിറിലേക്കുള്ളത്. വിദ്യാർത്ഥികൾ, ഏതായാലും ഈ വിദ്യാർത്ഥി നേതാക്കൾ അല്ലെങ്കിൽ ഈ CJP നേതാക്കൾ അടക്കമുള്ളവർക്ക് ഈ സമരം ഒത്തുതീർപ്പാക്കാൻ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ശ്രമിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. കാരണം അത് ഔദ്യോഗികമായി ഒരു അറിയിപ്പോ ഒന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ഇത്തരത്തിൽ എക്സിൽ പോസ്റ്റ് ചെയ്തു. ഇന്നലെ കേന്ദ്രമന്ത്രിയുടേതായ ഒരു വാർത്താ സമ്മേളനം വന്നു. അനുനയ നീക്കങ്ങൾ നടത്തും എന്ന രീതിയിലുള്ള ഒരു സൂചന മാത്രമാണ് ഇപ്പോഴും ഈ സമരവേദിയിലേക്ക് എത്തിയിട്ടുള്ളത്. അത് കൃത്യമായ അറിയിപ്പുകൾ വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ സമരം ഏതായാലും ശക്തമായി ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തന്നെ ഈ വിദ്യാർത്ഥി നേതാക്കൾ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾ അത്തരത്തിലൊരു ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഇവിടെയുള്ളത്. മറ്റൊന്ന് ഈ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ടാണ്. പോലീസ് അതിക്രമം കഴിഞ്ഞ
ദിവസങ്ങളിലെ പോലീസിന്റെ നരനായാട്ട് സംബന്ധിച്ച് വലിയ പ്രതിഷേധം ഇപ്പോഴും വിദ്യാർത്ഥികൾക്കിടയിൽ നിൽക്കുന്നു. കാരണം ഇന്നിപ്പോൾ ഇവർ പറയുന്നത് തന്നെ ഇത് പുറത്തു നിന്നുള്ള ആളുകളാണോ ഇത്തരത്തിൽ ഈ പ്രതിഷേധക്കാർക്കിടയിലേക്ക് കയറുകയും ഇവിടെ അക്രമം ഉണ്ടാക്കുകയും ചെയ്തത് എന്ന് സംശയിക്കുന്നു. അല്ലാതെ ഈ സമരക്കാരല്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും ഇവിടെ നിന്ന് വന്നിരുന്നു. ഓക്കെ ഷപ്ന, ശരി. അപ്പം വീണ്ടും അവിടേക്ക് പോകാം. അവിടുത്തെ സാഹചര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഷപ്നയാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒടുവിൽ ഈ വിഷയത്തിൽ മൗനം വെടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ യുവാക്കളെ ചേർത്ത് പിടിക്കുമെന്നും അവരുടെ പ്രതിഷേധത്തെ കാണാതിരിക്കുന്നില്ല എന്നും ഈ രാജ്യത്തെ യുവാക്കൾക്ക് നീതി ഉറപ്പാക്കുമെന്നും ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾ പരിഗണിക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു എക്സ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ രാജ്യത്തെ യുവതയുടെ ക്ഷേമത്തെക്കാൾ വലുതല്ല മറ്റൊന്നും എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി. ഓർമ്മപ്പെടുത്തൽ മാത്രം പോരാ, എന്താണ് അവർക്ക് വേണ്ടത്, അവരുടെ ആവശ്യം എന്താണ്, അത് അറിഞ്ഞുള്ള ഒരു നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്നറിയുന്നത്.